ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രോഗിൻ്റെ തീമിലുള്ള ഈ ഒരു പൗച്ച് ഉണ്ടല്ലോ, ഈ ഒരു ബാക്ക് ചാമ് ഞാൻ ട്രെയിൻ ചെയ്യുന്ന ക്രോഷ ചെയ്ത അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സെയിം വീഡിയോ ഉണ്ടല്ലോ ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇട്ടു. അപ്പോൾ എനിക്ക് കുറേ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും കൂട്ടുകാരുമാണ് വാട്സപ്പിൽ ഉള്ളത് സ്റ്റാറ്റസ് കാണുന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇതെങ്ങനെയാണ് പഠിച്ചത്, ഇത് എവിടുന്നാണ് പഠിച്ചത്, ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം അങ്ങനെ യാൺ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അതിന് എനിക്കൊരു കാര്യം മനസ്സിലായെന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ്. ക്രോഷേ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. യൂട്യൂബ് മാത്രം നോക്കി പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ സംശയങ്ങൾ. അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെയുള്ള സംശയങ്ങൾ, അത് മാത്രമല്ല എൻ്റെ യൂട്യൂബിലെ വീഡിയോസിൽ കമൻസ് വരാറുണ്ട്, ട്യൂട്ടോറിയൽ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ്, അതായത് ക്രോഷേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊജക്റ്റ് വേണമെങ്കിലും, നമുക്ക് നല്ലതായിട്ട് പ്രാക്ടീസും കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊജക്റ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ, എനിക്ക് ക്രോഷേ ചെയ്തതിൽ നിന്ന് അറിയാവുന്ന കാര്യങ്ങളും പിന്നെ യാൻസിൻ്റെ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആക്കി ഇടുവാണെങ്കിൽ അത് ക്രോഷേ ലവേഴ്സിന് അല്ലെങ്കിൽ ക്രോഷേ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അതുപോലെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഞാൻ കമൻസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.